ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു സാധാരണക്കാരനായിട്ട് ഒരു കള്ളിമുണ്ടും കാക്കി ഷർട്ടും ഒക്കെ എടുത്ത് ഓട്ടോറിക്ഷ ഓടിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ പണത്തിന് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ചിലരൊക്കെ പറയും പണമല്ല വലുത്, സ്നേഹ വലുത്. വെറുതെ പറയുന്നതാണ്. എന്തായാലും ഇന്ന് നല്ലൊരു ദിവസമാണ്. കാരണം മാർച്ച് 31 ഇന്ന്, അല്ലേ? എന്തായാലും നമുക്കറിയാൻ പറ്റും 2025-26 സാമ്പത്തിക വർഷം അവസാനിക്കുന്ന സമയമാണ്. എന്തായാലും ഒരുപാട് സാധാരണ മാർച്ച് മാസം ആകുമ്പോഴത്തേക്ക് ആളുകൾക്ക് പേടിയാണ്. കാരണം വെച്ചാല് നമ്മൾ എവിടുന്നെങ്കിലും ഒക്കെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ ഒക്കെ നോട്ടീസ് വരുന്ന സമയം കൂടിയാണ്. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു മീറ്റിംഗ് വരാൻ സാധിച്ചതിൽ സന്തോഷം. കാരണം നമുക്കൊക്കെ ഒരുപക്ഷെ നമ്മളൊക്കെ നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. നമുക്കൊക്കെ വലിയ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെ ഉണ്ടാകാം. പക്ഷെ അതൊന്നും ചിലപ്പം പൂർത്തിയാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഒരുപാട് പേർക്ക് അതൊക്കെ പൂർത്തിയാക്കാൻ പറ്റി മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടാകാം. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു രാവിലെ തന്നെ എനിക്ക് ജീവിതത്തിൽ വിജയിക്കണം എന്ന് തീരുമാനിച്ച് ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ എക്സ്പീരിയൻസ് ആണ്. കാരണം ഒരുപക്ഷെ എന്നെക്കാട്ടും കൂടുതൽ ജീവിത പരിചയവും എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ആളുകളായിരിക്കാം ഇതിലുള്ളത്. ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് കുറ്റ്യാടിയിൽ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ ഒരു ബിസിനസ് തന്ന ദൈവത്തിന് ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ബിസിനസ് എന്നിലേക്ക് എത്തിച്ച എൻ്റെ ഗ്രേറ്റ് പവർഫുൾ ലീഡർ ബിനോയ് സാർ പൂഴ്ത്തോണിന് കൃത്യമായിട്ടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഈ ഒരു ബിസിനസ്സിൽ വരുന്ന സമയത്ത് എനിക്ക് തോന്നിയത് ഇതൊന്നും എന്നെ കൊണ്ട് സാധിക്കാൻ പറ്റുന്ന ബിസിനസ് അല്ല എന്നാണ് എനിക്ക് ആദ്യം തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ എന്താണ്, ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു സാധാരണക്കാരനായിട്ട് ഒരു കള്ളിമുണ്ടും കാക്കി ഷർട്ടും ഒക്കെ എടുത്ത് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതൊന്നും എന്നെ കൊണ്ട് പറ്റിയ പരിപാടിയല്ല എന്നാണ്. പക്ഷെ നിരന്തരം ഒരുപാട് പ്രോഗ്രാമിൽ പോയ സമയത്ത് എനിക്ക് തന്നെ എന്തായി, ഒരുപാട് വ്യക്തികളുടെ എക്സ്പീരിയൻസ് കേട്ട സമയത്ത് മനസ്സിലായി ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും എന്ന് മനസ്സിലായതിന്റെ വെളിച്ചത്തിൽ ശക്തമായി ഏറ്റെടുത്തു. കാരണം 16 കൊല്ലം ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട് പല മേഖലയിലായിട്ട്. ലാസ്റ്റ് കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്താണ് ഒരു ഓട്ടോറിക്ഷ എടുത്ത് വീട്ടിൽ നിൽക്കേണ്ട ഒരു സ്ഥിതി വന്നത് കൊണ്ടാണ് അങ്ങനെ ഓടാൻ വേണ്ടി തുടങ്ങിയത്. അപ്പൊ നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മളൊക്കെ ജീവിതത്തിൽ പല മേഖലയിലും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മുടെ ആഗ്രഹങ്ങളൊന്നും ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മറ്റേത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തു. കാരണം നമ്മുടെ ഗ്രേറ്റ് പവർഫുൾ ലീഡർ ഗ്ലോബൽ ടീം കോർഡിനേറ്റർ MS പ്രസാദ് സാറിന്റെ ഒരു 1 ഡേ ട്രെയിനിങ്ങിൽ വയനാട്ടിൽ വെച്ച് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തയ്യാറായി. കാരണം അവിടെ വെച്ചാണ് എനിക്കൊരു തീരുമാനമെടുക്കാൻ പറ്റിയത്. ഒരുപക്ഷെ ഞാൻ ആ പ്രോഗ്രാമിൽ പോയില്ലെങ്കിൽ ഇന്ന് ഒരുപക്ഷെ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ അന്ന് ആ പ്രസാദ് സാറിന്റെ ആ ഒരു എക്സ്പീരിയൻസും അദ്ദേഹത്തിന്റെ ആ ഒരു ലൈഫ് തന്നെയാണ് നമ്മുടെ മുമ്പിൽ അദ്ദേഹം ആ ഒരു 1 ഡേ പ്രോഗ്രാമിൽ കാണിച്ചത്. ഒരുപക്ഷെ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ശേഷം എനിക്കൊരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റി. ആ തീരുമാനത്തിന്റെ വെളിച്ചത്തിലാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കമ്പനിയുടെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ റാങ്കിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടി എനിക്ക് സാധിക്കുന്നത്. കാരണം നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് മേഖലയിൽ ഒരുപാട് അറിവുകളും ഒക്കെ നമുക്ക് ഉണ്ടാകാം. പക്ഷെ ജീവിതത്തിൽ എപ്പോഴാണ് തിരിച്ചറിവ് ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം ചില പ്രോഗ്രാമിൽ, അത് ഏത് പ്രോഗ്രാമാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു GTS ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം. അതുകൊണ്ടാണ് ലീഡേഴ്സ് എപ്പോഴും പറയുന്നത് എല്ലാ പ്രോഗ്രാമും പങ്കെടുക്കണം എന്ന് പറയുന്നത്. കാരണം അന്ന് ആ ഒരു പ്രോഗ്രാമിൽ പോയതിന്റെ വെളിച്ചത്തിലാണ് എനിക്കൊരു തീരുമാനം എടുക്കാൻ വേണ്ടി സാധിച്ചത്. കാരണം അന്ന് പ്രസാദ് സാറിന് എന്റെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ 2,14,000 ഒക്കെ ശരിക്കും കിട്ടുന്നതാണ്, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം എന്നോട് ഇരിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ബാഗ് തുറന്നിട്ട് അദ്ദേഹത്തിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും കുറെ സംഗതികളൊക്കെ എടുത്തു വെച്ചു, കുറെ പേപ്പറും കാര്യങ്ങളൊക്കെ. പക്ഷെ അതൊക്കെ മൊത്തം ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഞാൻ വലിയ ശ്രദ്ധിച്ചില്ല. പക്ഷെ എന്താണ്, അതിൻ്റെ അകത്തൊരു മാനന്തവാടി SPT ബാങ്കിന്റെ ഒരു പാസ്ബുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതെടുത്ത് മറച്ചു നോക്കിയപ്പോ
എല്ലാ ആഴ്ചയും 2,10,000 അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്ന അതിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്കറിയാൻ പറ്റും NEFT മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ പാസ്ബുക്ക് ബാങ്കിൽ കൊണ്ടുപോയിട്ട് നമുക്ക് അക്കൗണ്ടിൽ പൈസ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് കാണിക്കുക. NEFT മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കാണിക്കും. ആ പാസ്ബുക്ക് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ചെയ്താലും ചെയ്തില്ലെങ്കിൽ ഇദ്ദേഹത്തിന് എല്ലാ ആഴ്ചയും 2,10,000 കിട്ടും. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് വരാനുള്ള കാരണം. അദ്ദേഹം ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറ്റിയാടി ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്. അദ്ദേഹം ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ മേഖലയിൽ വർഷങ്ങളായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകളുണ്ടാവും, അവരുടെയൊക്കെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കും. അവർ ഇന്ന് എങ്ങനെയാണ് ജീവിക്കുന്നത്? അതിന്റെ അപ്പുറത്തേക്ക് സാറിന് ഒന്നും ആകാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞ വലിയൊരു സത്യമായിരുന്നു. കാരണം എന്റെ ഓട്ടോ സ്റ്റാൻഡില് അവിടെ 10-200 വണ്ടികൾ ഉണ്ടെങ്കിൽ അതില് 10, 20, 30 വർഷമായിട്ടൊക്കെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകളുണ്ട്. അവരൊന്നും ഇന്നും ഒരു ദിവസം പോലും മുടങ്ങാതെ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്. കാരണം എന്താണ്? ഒരുപാട് കടങ്ങളുണ്ട്, വീടിന്റെ അടവുണ്ട്, മക്കള് പഠിക്കുന്നതിന്റെ ഇതുണ്ട്, അങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങളുള്ള കാരണം ഓരോ പ്രായം കൂടുന്തോറും നമുക്ക് എന്താണ് ആരോഗ്യം കുറയുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആരോഗ്യം കുറയുന്ന സമയത്ത് നമുക്ക് ബാധ്യതകൾ കൂടി വരികയാണ്. ഒരുപക്ഷെ ഒരു 50-60 വയസ്സായ വ്യക്തിയെ സംബന്ധിച്ച് ഇത് പലരും നമ്മൾ കാണുന്നുണ്ട്. പല ആളുകളും 50-60 വയസ്സായ ശേഷം പെട്ടെന്ന് അങ്ങ് ക്ഷീണിച്ച് അസുഖം ബാധിച്ച് കിടപ്പിലാകുന്നു, ചിലപ്പോൾ അറ്റാക്ക് വന്ന് മരിക്കുന്നു, ഇതൊക്കെ കാണുന്നു. പക്ഷെ എന്റെ ഒരു വീക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊന്നും വരുന്നത് അവർക്ക് ആ പ്രായമായതുകൊണ്ടല്ല, മറിച്ച് നമുക്കറിയാൻ പറ്റും ഒരു 50-60 വയസ്സായിട്ട് പോലും അവരുടെ കടങ്ങളൊന്നും തീരുന്നില്ല. കാരണം മക്കളെ പഠിപ്പിച്ചൊരു സൈഡായിട്ടുണ്ടാകും, ആ സമയത്തായിരിക്കും പിന്നെ കല്യാണം ആലോചനകളൊക്കെ വരുന്നത്. അപ്പൊ ഇതൊക്കെ കടം വാങ്ങി ലോൺ എടുത്തൊക്കെ ചെയ്തതിന് ശേഷം മാനസികമായിട്ടുള്ള പ്രയാസത്തിന്റെ പുറത്താണ് അവർക്ക് ഇതൊക്കെ സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പണത്തിന് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ചിലരൊക്കെ പറയും പണമല്ല വലുത്, സ്നേഹ വലുത്. വെറുതെ പറയുന്നതാണ്. പൈസ ഇല്ലെങ്കിൽ എവിടെ ഒരു സ്നേഹവും ഇല്ല. പൈസയാണ് എല്ലാത്തിന്റെ ആധാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയണം. പണക്കാരനെ സംബന്ധിച്ച് വ്യത്യാസം ഉണ്ടാകും. പക്ഷെ ഒരു സാധാരണക്കാരനായ വ്യക്തിയെ എന്റെ ഒരു അനുഭവത്തെ പ്രതി ഞാൻ പറയാം. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിച്ചു പോയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്താൽ മതി. പക്ഷെ വൃത്തിയിൽ ജീവിക്കണമെങ്കിൽ അതിന് ആവശ്യത്തിന് പണമുണ്ടെങ്കിൽ മാത്രമേ നടക്കൂ. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരുപക്ഷെ നമ്മുടെ ചുറ്റുവട്ടമുള്ള പല പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ ഒക്കെ നമുക്ക് കാണാം. പക്ഷെ അവരും അടക്കം ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതുകൊണ്ട് മതിയാകുന്നില്ല. നമുക്ക് കടം നമ്മൾ മേടിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് നിലവിലുള്ള നമ്മുടെ വരുമാനത്തിൽ നിന്ന് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കടമെടുക്കുന്നത്. അതിനൊരു മാറ്റം വരണ്ടേ? അപ്പോ അങ്ങനെയാണ് മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയെ പറ്റി അന്നത്തെ ആ ഒരു 1 ഡേ പ്രോഗ്രാമിൽ വെച്ച് കേൾക്കുകയും അന്ന് കൃത്യമായിട്ട് പ്രസാദ് സാറിനോട് ചോദിച്ച് മനസ്സിലാക്കി. അദ്ദേഹം രണ്ടാമത് ചോദിച്ച ചോദ്യമാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ചോദ്യം. അദ്ദേഹം ചോദിച്ച ചോദ്യം ഇത്രേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളെ ഫാമിലിയെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മളൊക്കെ എന്താ പറയാ, ഫാമിലിയെ സ്നേഹിക്കുന്നുണ്ടോന്ന് വെച്ചാൽ ഉണ്ടെന്ന് നമ്മൾ പറയും. പക്ഷെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്? അദ്ദേഹം ചോദിച്ച ചോദ്യം ഇത്രേ ഉള്ളൂ. കാരണം നിങ്ങൾ നിങ്ങളെ ഫാമിലിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യണം. കാരണം നാളെ നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് പറ്റി, അല്ലെ നിങ്ങൾക്ക് പിന്നീട് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും? എന്നെ സംബന്ധിച്ച് ഞാൻ ഒരാളെ ഉള്ളൂ വീട്ടിലേക്ക് വരുമാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എനിക്ക് 2 സിസ്റ്റേഴ്സാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി, എനിക്ക് ഭാര്യയും 2 കുട്ടികളും, വീട്ടില് അമ്മയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്താണ് എൻ്റെ അവസ്ഥ? എൻ്റെ വരുമാനം നിലച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും? എൻ്റെ വൈഫിന് ഓട്ടോറിക്ഷ എടുത്ത് ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതൊന്നും നമുക്ക് എന്തെങ്കിലും പറ്റിയതിന് ശേഷമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, മറിച്ച് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്ത് ഇത്തരം ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരണം. അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, സാറേ നിങ്ങൾ 2 വർഷം ഈ ഒരു ബിസിനസിനെ പറ്റി പഠിക്കാൻ തയ്യാറാകും. അങ്ങനെ പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ കുറച്ച് പേരും ഒരു ടീമും ഒക്കെ വന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് എന്ത് പറ്റിയാലും, നിങ്ങൾ ഈ ലോകത്തുനിന്ന് തന്നെ പോയാലും ഒരാഴ്ച പോലും വരുമാനം മുടങ്ങാതെ നിങ്ങളുടെ വീട്ടിലെത്തുമെന്ന് പറഞ്ഞു. നമ്മളൊക്കെ ഇത് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കിങ്ങനെ ഒരു സിസ്റ്റത്തിലൂടെ നമുക്കൊരു വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് ചെയ്തുകൂടെ? അന്ന് ഞാനെടുത്ത തീരുമാനത്തിന്റെ പുറത്താണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് 3-3.5 ലക്ഷം രൂപ
കടത്തിലാണ് വരുന്നത്. കാരണം കൊറോണയൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് ഞങ്ങളൊരു ഫാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ കുറച്ച് പൈസയൊക്കെ ചെലവായി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബിസിനസ്സിൽ വരുന്ന സമയത്ത് ഇത്രയും ഒരു കടത്തിലൊക്കെയാണ്. ഇവിടെ വന്നിട്ട് ഫസ്റ്റിൽ പർച്ചേസ് ചെയ്യാൻ പോലും പൈസ ഇല്ലാത്ത വ്യക്തിയെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഒരു സ്ഥിതിയിൽ നിന്നും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് 3 കോടിക്ക് മേലെ ബിസിനസ് എന്റെ സിസ്റ്റത്തിൽ നടത്തിക്കൊണ്ടാണ്. അത് എന്റെ കഴിവല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 3 കോടി എന്ന് പറയുമ്പോൾ 300 ലക്ഷമാണ്. തുടക്കത്തിൽ ഒരു 5000 രൂപയുടെ പർച്ചേസ് ചെയ്യാൻ പൈസ ഇല്ലാത്ത വ്യക്തിയായിരുന്നു ഞാൻ. അവിടെയാണ് ഈ സിസ്റ്റത്തിലൂടെ 300 ലക്ഷത്തിന്റെ കച്ചവടം നടന്നു എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു ബിസിനസിന്റെ പൊട്ടൻഷ്യൽ എന്താണ്. നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ ചിന്തിക്കണം, 3 കോടിയുടെ ഒക്കെ കച്ചവടം സിസ്റ്റത്തിൽ നടക്കണമെങ്കിൽ, ഒരു കച്ചവട സ്ഥാനത്തിൽ നടക്കണമെങ്കിൽ അയാൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, എത്രത്തോളം പണം മുടക്കിയിട്ടുണ്ടാവും അദ്ദേഹം, എത്രത്തോളം തൊഴിലാളികളെ വെച്ച് ജോലി ചെയ്യേണ്ട അവസ്ഥയുണ്ടാവും. എന്നാൽ ഇതൊന്നുമില്ലാതെ നമുക്ക് ജീവിതത്തിൽ കോടീശ്വരനാകാൻ പറ്റിയ ഏറ്റവും വലിയ അവസരമാണ് മൈലേജ് മാർക്കറ്റ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി, ഒരു ഓട്ടോറിക്ഷ, സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷ ആയിരുന്നു എന്റെ വണ്ടി. പുതിയത് വാങ്ങാൻ പൈസ ഇല്ലാണ്ടായിരുന്നു. സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷ എടുത്ത് വാങ്ങി ഓടിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. 18 വയസ്സോട്ടുള്ള ഒരാഗ്രഹമായിരുന്നു ഒരു ബൈക്കെങ്കിലും വാങ്ങണം. നടന്നില്ല. ലൈസൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ വണ്ടി എടുക്കാൻ പറ്റില്ല. കാരണം മാസം അതിന്റെ EMI ഒന്നും അടയ്ക്കാൻ പറ്റില്ല. പക്ഷെ മൈലേജ് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ ഫസ്റ്റ് ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ എത്തിയ സമയത്ത് ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ആണ് ഞാൻ ആദ്യമായിട്ട് എടുത്തത്. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, 16 കൊല്ലം പണിക്ക് പോയിട്ട് നടക്കാത്തത് മൈലേജ് മാർക്കറ്റ് ടീം കോർഡിനേറ്റർ റാങ്കിൽ എത്തിയപ്പോൾ. ടീം കോർഡിനേറ്റർ റാങ്കിൽ എത്തുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിൽ ലീഡേഴ്സ് ഒക്കെ ഉണ്ട്, എത്ര വരുമാനം കിട്ടുമെന്നൊക്കെ അറിയാം. പക്ഷെ അവിടെ എടുത്ത വണ്ടി റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്, 2.5 ലക്ഷം രൂപയുടെ ബുള്ളറ്റ് എടുക്കാൻ വേണ്ടിയുള്ള ആ ഒരു പ്രചോദനം, ആ ഒരു ധൈര്യം തന്ന കമ്പനിയാണ് മൈലേജ് മാർക്കറ്റിംഗ്. കാരണം ഇതിന്റെ പൊട്ടൻഷ്യൽ അത്രയ്ക്കും വലുതാണ്. അപ്പൊ അങ്ങനെ എടുത്തു. ഒരു സാധാരണക്കാരനെ കള്ളിമുണ്ടും കാക്കി ഷർട്ടും ഇട്ട് തന്ന ഞാന് കോട്ട് സ്യൂട്ടൊക്കെ ഇട്ട് സ്റ്റേജിൽ കയറി സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. ആദ്യമേയൊക്കെ മൈക്കെടുത്ത് സംസാരിക്കാൻ പോലും പേടിയാണെങ്കിൽ ഇപ്പൊ പേടിയൊക്കെ മാറി. കാരണം നമ്മളിൽ മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ മാനസികമായിട്ട് തയ്യാറാണെങ്കിൽ ഒരുപാട് പേരിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ആദ്യം നമ്മളിൽ നമ്മൾ മാറ്റം വരുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. അതിനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. നമ്മൾ റെഡിയാകാതെ വേറൊരാള് റെഡിയായില്ല എന്ന് പറയുന്ന കാര്യം. ഞാനൊരു മാറാൻ വേണ്ടി തയ്യാറായി. എന്റെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന സ്ഥിതിയിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിക്കും. എനിക്ക് പറ്റും. ആ ഒരു വിശ്വാസം ഉള്ളിൽ വന്ന സമയത്ത് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന് പിന്നെ ഒരു 2-3 മൊബൈൽ ഫോണൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റി. ഒരു 55,000 രൂപയുടെ ലാപ്ടോപ്പ് ഒക്കെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചു. ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, എനിക്ക് പ്രൊഡക്റ്റ് വാങ്ങാൻ പൈസ ഇല്ലാത്തൊരു വ്യക്തിയാണ്. എന്റെ വൈഫിന്റെ കയ്യിൽ ഒരു വള ഉണ്ടായിരുന്നു. അത് ഊരാൻ പറ്റാത്തത് കൊണ്ട് നേരത്തെ ഞാൻ ഊരിയിട്ടില്ല. അത് മുറിച്ച് വിറ്റിട്ട് 35,000 ഉറുപ്പ്യ കിട്ടി അതിന് പ്രൊഡക്റ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സാണ്. എന്തായാലും കഴിഞ്ഞ ബർത്ത്ഡേക്ക് അതേ തൂക്കത്തിലൊരു ബ്രേസ്ലെറ്റ് നമുക്ക് മേടിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു 4 വീലർ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും അടുത്ത റാങ്കിൽ, എന്തായാലും റീജിയണൽ ടീം കോർഡിനേറ്റർ റാങ്കിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു റാങ്കിലേക്ക് എത്തുമ്പോഴത്തേക്ക് എൻ്റെ ഒരു 4 വീലർ കൂടി അച്ചീവ് ചെയ്യും. 16 കൊല്ലം പണിയെടുത്തിട്ട് നടക്കാത്തത് മൈലേജ് മാർക്കറ്റിങ്ങിന്റെ കൂടെ ഒരു 3-4 വർഷം കൊടുത്തു കഴിഞ്ഞാൽ നടക്കുമെങ്കിൽ അതങ്ങ് ചെയ്തുകൂടെ എന്നാണ് എനിക്ക് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് ചോദിക്കാനുള്ളത്. കാരണം എന്റെ കമ്പനിക്കാർക്കാർക്കും ബുള്ളറ്റ് ഇല്ല. അവരൊക്കെ വലിയ ജോലികൾ ചെയ്യുന്ന വ്യക്തികളാണ്. പക്ഷെ ഒരു ബുള്ളറ്റ് എടുക്കാനുള്ള ധൈര്യം, അവരൊക്കെ പറയുന്നത് ബുള്ളറ്റിന് മൈലേജ് ഒക്കെ കുറവാണ്, മെയിൻ്റെനൻസിന് എക്സ്പെൻസ് കൂടുതലാണ്. നമ്മൾ എപ്പോഴും ചിന്തിക്കുക നമ്മളെ വരുമാനത്തിനനുസരിച്ചുള്ള ഒരു ജീവിതം മാത്രമാണ്. എന്നാൽ നാട്ടിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട്, അവരൊക്കെ ഈ വണ്ടികളൊക്കെ ഉപയോഗിക്കുന്നില്ലേ, എടുക്കുന്നില്ലേ? നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ചെയ്യുന്നത് ലക്ഷറി ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. ഈ ഒരു ബോധം നമുക്ക് വേണം. ബുള്ളറ്റ് എടുത്തത് അതുകൊണ്ട് തന്നെയാണ്. കാരണം എന്താണ്, നമ്മുടെ ലീഡേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന വണ്ടികൾ ഏതൊക്കെയാണ്? ബെൻസും BMW ഒക്കെ ഉപയോഗിക്കുന്ന. ആഴ്ചക്ക് 2,10,000 കിട്ടുമ്പോൾ അത് മേടിച്ചിട്ട് എങ്ങനെ ചെലവാക്കും എന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കണം. എല്ലാ ആഴ്ചയും 2,10,000 കിട്ടും. ഒരു പരിധിയുണ്ട് ചെലവാക്കുന്നതിന്. അതിനൊക്കെ അനുസരിച്ച് ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ മാറണം.
ഏതൊരു സാധാരണക്കാരനും മാറാൻ വേണ്ടി പറ്റും. അതിന് അവന്റെ മാനസികാവസ്ഥ നമ്മൾ മാറ്റണം. അപ്പോ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ലോകം കണ്ട ഒരു അവസരമാണ്, ഓപ്പർച്യൂണിറ്റി എത്രത്തോളം വലുതാവുന്നോ എങ്കിൽ മാത്രമേ നമുക്ക് വളരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമ്മൾ എത്ര വിദ്യാഭ്യാസമുണ്ട്, എത്ര വലിയ ഡിഗ്രി എടുത്തിട്ടുണ്ട്, പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഒരു ജോലി നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് ശമ്പളം കുറവായിരിക്കും. നമ്മൾ ലൈസൻസ് ഒക്കെ എടുത്തു, പക്ഷെ സ്വന്തമായിട്ടൊരു വണ്ടിയില്ല. ആ ലൈസൻസും കൊണ്ട് എന്ത് പ്രയോജനം നമുക്ക്? അത് ഇത്ര വർഷം കഴിഞ്ഞാൽ പുതുക്കേണ്ട വരും. പലരും ലൈസൻസ് എടുക്കും, പക്ഷെ വണ്ടി വാങ്ങൂല. പിന്നെ ഇതിന് ലൈസൻസ്. മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ വന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിൽ നമുക്ക് ഒരു 10 അക്ക ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഐഡിയ ആണ് നമ്മളെ കോടീശ്വരനാക്കുന്നത്. ഒരുപക്ഷെ നമ്മളെ സിസ്റ്റത്തിലൊക്കെ ഒരുപാട് പേര് ഐഡിയ അടിച്ചിട്ടുണ്ടാകാം. ഇന്നുകൊണ്ട് അതൊക്കെ തീരുമാനാവും. കാരണം ഇന്ന് ഐഡിയ കട്ടാകുന്ന ലേറ്റാണ്. അവരുടെയൊക്കെ ഒരു സൈഡിൽ ലക്ഷങ്ങൾ ബിസിനസ് ഓളി ഉണ്ടാകാം. കുറെ കാലം ലീഡേഴ്സ് ഒക്കെ അതൊക്കെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടോ ഇന്ന് റെഡിയാവും, നാളെ റെഡിയാവും, ഇന്ന് റെഡിയാവും എന്നൊക്കെ വിചാരിച്ച്. നമ്മൾ ചിന്തിക്കേണ്ടത് ചിലതൊക്കെ ഇല്ലാണ്ട് പോണം. വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് കാര്യമൊന്നും ഇല്ല. കാരണം ദൈവം തന്ന ഒരു അവസരം നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട്. കാരണം ജീവിതത്തില് ആയുസ് 3 കാര്യങ്ങളാണ് കിട്ടുക: ആയുസ്, ആരോഗ്യം, അവസരം. ആയുസ്, ആരോഗ്യം പടച്ചോന്റെ കയ്യിലാണ്. പക്ഷെ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാണ്. ഇല്ലാത്തൊരു പോട്ടെ, അങ്ങനെയുള്ളവർക്ക് പറഞ്ഞ ബിസിനസ് അല്ല ഇത്. കാരണം ഒരുപക്ഷെ ജീവിതത്തിൽ നമുക്ക് ദൈവം 5 അവസരങ്ങൾ തരുമെന്ന് പറയുന്നത്. അപ്പോ ഒരുപക്ഷെ മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ലാസ്റ്റ് അവസരമാണ്. എന്റെ ജീവിതത്തിൽ ലാസ്റ്റ് അവസരമായത്. ഞാൻ ഒരുപാട് മേഖലയിൽ പോയി കളിച്ച് ഒരുപാട് പൈസ മുടക്കി ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ചെയ്ത് എല്ലാം പൊട്ടി നാശമായി. കൊറോണയും വന്നു, അതും വന്നു, പ്രളയവും വന്നു, എല്ലാം വന്നു, പൊട്ടി ലാസ്റ്റ് കുടുങ്ങി ഇരിക്കുന്ന സമയത്ത് വന്ന ബിസിനസ് അവസരമാണ് മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ചെയ്യുന്ന ഒരു ജെന്യുയിൻ ബിസിനസ് ആണെന്ന് മനസ്സിലാക്കുക. ഇത് നമ്മുടെ അതേ മാനസികാവസ്ഥയോടെ ചെയ്യാനുള്ള യഥാർത്ഥ വ്യക്തികളിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ സിസ്റ്റം വളരുന്നത്. ഇത് ബിൽഡ് ചെയ്യുന്നത് ആളുകളെയാണ് നമ്മളിവിടെ ബിൽഡ് ചെയ്യേണ്ടത്, അല്ലാണ്ട് ബിസിനസ് അല്ല. നമുക്ക് മനസ്സിലായ അതേ കാര്യം വേറൊരു വ്യക്തിയെ മനസ്സിലാക്കി നമ്മുടെ അതേ ട്രാക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമേ ഈ ബിസിനസ് വളരുള്ളൂ. ചെല്ലു പറയുക, എന്റെ കൂടെ ഞാൻ വിളിച്ചിട്ട് ആരും വരുന്നില്ല, വരൂല, ഇതെല്ലാരും വരുന്ന ബിസിനസ് അല്ല. നമ്മളെ അതേ ആറ്റിറ്റ്യൂഡില് വിജയിക്കണം എന്നൊരാൾക്കൊരു ആഗ്രഹം വേണ്ടേ? ഈ ബിസിനസ്സിൽ ഉന്തിത്തള്ളി ഒരാളെ നമുക്ക് വിജയിപ്പിക്കാൻ പറ്റില്ല. മറിച്ച് അവന് തോന്നണം, എനിക്ക് വിജയിക്കണം, എന്റെ കുടുംബം നല്ല രീതിയിൽ ജീവിക്കണം എന്നൊരു തോന്നൽ വേണം. അപ്പൊ അങ്ങനെ ഫാമിലിയെ സ്നേഹിക്കുന്ന, നല്ല വൃത്തിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകൾക്കുള്ള ബിസിനസിന്റെ പേരാണ് മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. ഇവിടെ അല്ലാത്തവര് വന്നാലൊന്നും നടക്കൂല, അവരൊക്കെ നിർത്തിപ്പോവും. നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊരു ഫിൽട്രേഷൻ ആണ്. ഇവിടെ ഒരു കടയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്, കടഞ്ഞ് ഒരു കുറച്ച് പേര് ബാക്കി വരും. അവരാണ് അച്ചീവേഴ്സ്. നമ്മൾ നോക്കണം, പ്രസാദ് സാറ്, സത്യം മാഷ്, സോമകുമാർ സാറ്, ശ്രീജിത്ത് സാറ്, പ്രിയേഷ് സാറ്, ദിനേശ് സാറ്, കബീർ സാറ്, ഷാജി സാറ്, അങ്ങനെ ഒരുപാട് പേരുടെ ഒരു വിങ് അവിടെ വന്നത് ഇതുപോലുള്ള പ്രോസസ്സിലൂടെയാണ്. അടുത്ത ബാച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ ബാച്ചും വരും. നമ്മുടെ കയ്യിൽ ഈ അവസരം കിട്ടിയിട്ടുണ്ട്, നമ്മളും ഇതിനെ ഏതൊരു മനോഭാവത്തോടെ കാണുന്നു എന്ന രീതിയിലാണ് നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുക. നമുക്കതാണ് ആദ്യം മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗ് നമുക്കൊരു വിശ്വാസമാണ്. എന്താണ് നമ്മുടെ കമ്പനി എന്ന് നമ്മൾ മനസ്സിലാക്കും. സാധാരണക്കാർക്ക് വിജയിക്കാൻ വേണ്ടി ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു മാനേജ്മെന്റ് ഇന്ത്യയിൽ വേറെ ഇല്ല. നമ്മൾ ചിന്തിക്കണം, മറ്റുള്ള മാനേജ്മെന്റ് ഒക്കെ അവര് ജോലി കൊടുക്കും. തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായ ഇന്ത്യയിൽ അവർ നല്ല വർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരാരും എന്ത് ചെയ്യുന്നില്ല, വലിയ രീതിയിലേക്ക് മാറുന്നില്ല. എന്നാൽ നമ്മുടെ കമ്പനി നമ്മൾ ചിന്തിക്കണം, നമ്മുടെ കമ്പനി മാനേജ്മെന്റ് ഈ ഒരു 13 വർഷമായി നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ 13 വർഷം കൊണ്ട് 700 പേര് ഇന്ത്യയിലെ സാധാരണക്കാരെ കോടീശ്വരന്മാരാക്കിയ കമ്പനിയാണ് മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. ചെറിയ കാര്യമാണ്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ITFIA ലീഡേഴ്സ് ഒക്കെ കോടീശ്വരന്മാരാണ്. ഒരു സിസ്റ്റത്തിലൂടെ 1 കോടിക്ക് മേലെ വരുമാനം അവന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവൻ കോടീശ്വരനാണ്. അപ്പോ അങ്ങനെ കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. ആർക്കെങ്കിലും നഷ്ടമുണ്ട്? അതില് സാധാരണക്കാരൻ മുതൽ വലിയ റാങ്കും വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾ വരെ ഉണ്ട്.
കാരണം ബിസിനസ്സിനെ ഏതൊരു കാഴ്ചപ്പാട് കൂടെ കാണുന്നോ അവരൊക്കെ വിജയിക്കും. അപ്പോ കമ്പനിയെ പറ്റി നമ്മൾ പഠിക്കണം. ഇന്ന് ടോപ്പ് 10 ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇൻ ഇന്ത്യ എന്ന് നമ്മൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഗവൺമെന്റ് ഡയറക്ട് സെല്ലിംഗ് സൈറ്റിൽ തന്നെ നമ്മൾ നോക്കണം. ഇന്ത്യ ഗവൺമെന്റ് പറയുന്ന അതിൽ നമ്പർ 1 മൈലേജ് സെൽ മാർക്കറ്റിംഗ് ആണ്. നമ്മൾ പറയുന്നതല്ല, ഗവൺമെന്റ് സൈറ്റിലുള്ളതാണ്. ഇന്ന് ടാറ്റ കഴിഞ്ഞാല് ഇന്ത്യയിലെ 2ാമത്തെ ഇരുമ്പുരുക്ക് വ്യവസായം നടത്തുന്ന കമ്പനിയാണ് നമ്മുടെ മഹാവീർ മെറ്റൽസ് ഓഫ് ഇന്ത്യ. അവരുടെ 100 കണക്കിന് ഒരു ബിസിനസ്സിൽ മാത്രമാണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലേക്ക് വന്നത്. നമുക്കറിയാം ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലൊക്കെ വന്നതൊക്കെ വിദേശ കമ്പനികളാണ്. അവരിവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, പൈസ വാരിക്കൊണ്ട് പോവാണ്. എന്നാൽ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്ന ഏറ്റവും വലിയൊരു അവസരമാണ് നമ്മുടെ കമ്പനി എന്ന് മനസ്സിലാക്കുക. ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന ഒറ്റ കമ്പനി നമ്മുടെ കമ്പനിയാന്നുള്ളത് മനസ്സിലാക്കുക. ആ ഒരു കമ്പനിയിലുള്ള വിശ്വാസം. ചിലർ ചോദിക്കൂ, ഇത് നാളെ ഉണ്ടാവുമോ, പൊട്ടിപ്പോവോ? നമ്മൾ ചിന്തിക്കണം, ഒരു കമ്പനി, ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10 വർഷം. നല്ല കമ്പനികളൊന്നും അല്ലെങ്കിൽ ഈ 10 കൊല്ലത്തിന്റെ ഉള്ളിൽ അത് പൂട്ടിപ്പോകും. നമ്മൾ ചിന്തിക്കുക, ഒരുപാട് കമ്പനികൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നിന്ന് പൂട്ടിപ്പോയി നമുക്ക് കാണാം. എന്നാൽ മൈലേജ് സെൽ മാർക്കറ്റിംഗ് കമ്പനി ഇന്ന് 13 വർഷം പൂർത്തിയായി ഇന്ത്യയിലെ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിയമാനുസൃതമായിട്ട് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന കമ്പനി ആയതുകൊണ്ടാണ്. അപ്പൊ പൊട്ടുന്ന കമ്പനി പെട്ടെന്ന് പൈസ കൊടുക്കും. ഇവിടെ വെറുതെ ഒരാൾക്കും പൈസ കൊടുക്കൂല. ഐഡിയ അടിക്കുന്നവർക്കൊന്നും പൈസ കിട്ടൂല. ഈ ബിസിനസിനെ പറ്റി ആരാണോ മനസ്സിലാക്കി ഏറ്റെടുത്ത് കൃത്യമായിട്ട് ചെയ്യുന്നത്, കമ്പനി എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. 100 കണക്കിന് ഔട്ട്ലെറ്റ് ഇന്ത്യ മൊത്തം ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇന്ത്യ ഷോപ്പിൽ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് നമ്മുടെ അടുത്ത് എത്തും. നമ്മൾ ചിന്തിക്കണം. അതുപോലെ തന്നെ 100 കണക്കിന് പ്രൊഡക്റ്റ്. ഇനിയിപ്പോ എന്തൊക്കെ പ്രൊഡക്റ്റ് ആണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത. ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ. നമ്മൾ 26 പ്രൊഡക്റ്റിന് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ. ഇന്ത്യയിൽ വേറൊരു കമ്പനിക്കും അവകാശപ്പെടാനില്ലാത്തതാണ് മൈലേജ് സെൽ മാർക്കറ്റിംഗ് കമ്പനിക്ക് ഉള്ളത്. മറ്റുള്ളവർ പറയും ഞങ്ങളാ മുമ്പില് കാണിച്ചു തരാൻ പറയണം. ഇന്ത്യയിൽ 26 പ്രൊഡക്റ്റിന് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരേ ഒരു കമ്പനി അത് മൈലേജ് സെൽ മാർക്കറ്റിംഗ് മാത്രമാണ്. ആയുഷ് ഡിപ്പാർട്ട്മെന്റ് സൈറ്റ് ഇന്നൊരാളെ പറഞ്ഞു പറ്റിക്കാൻ പറ്റില്ല. ഇന്ന് നമ്മുടെ മുമ്പിൽ ലോകം വിരൽത്തുമ്പിലാണ്. ഗൂഗിളിലുണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ആയുഷ് ഡിപ്പാർട്ട്മെന്റ് സൈറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്യുക. അതായത് ഇന്ത്യയിലെ ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇതിന്റെ ലിസ്റ്റ് കിട്ടും. ഇന്ന് 2998 തോന്നുന്നു 98 പ്രൊഡക്റ്റിനിട്ട് ഇന്ത്യയിൽ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതില് ഏറ്റവും കൂടുതൽ കാണുന്ന ബ്രാൻഡാണ്, നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഓരോ ബ്രാൻഡ്. അതിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ബ്രാൻഡുകളാണ് എലമെന്റ്സ് വെൽനസ് ഓൺ ആൻഡ് ഓൺ, എലമെന്റ്സ് വെൽനസ് ഓൺ ആൻഡ് ഓൺ, എലമെന്റ്സ് വെൽനസ് ഓൺ ആൻഡ് ഓൺ. കാരണം ഇന്ത്യയിൽ 26 പ്രൊഡക്റ്റിന് വേറൊരു ബ്രാൻഡിനും കിട്ടിയിട്ടില്ല. ഇത് നമ്മൾ പറഞ്ഞില്ല, ആയുഷ് ഡിപ്പാർട്ട്മെന്റ് സൈറ്റിൽ പറയുന്ന കാര്യമാണ്. അപ്പൊ ഉപയോഗിച്ച് ആരും മോശം പറയാത്ത പ്രൊഡക്റ്റാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ. പ്രൊഡക്റ്റിൽ നമുക്ക് വിശ്വാസം വേണം. കമ്പനിയിലുള്ളതുപോലെ തന്നെ പ്രൊഡക്റ്റില് നമുക്ക് വിശ്വാസം വേണം. നിമൽ സാറിന്റെ മൈക്ക് ഒന്ന് ഓഫ് ചെയ്യാവോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രൊഡക്റ്റ് പകരം വെക്കാനില്ലാത്ത പ്രൊഡക്റ്റാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ. ഉപയോഗിച്ച് ഒരാൾക്ക് മോശം പറയാൻ പറ്റില്ല. പലരും പറയും വില കൂടുതലാണ്. നല്ല സാധനത്തിന് വില കൂടുതൽ. സ്വർണത്തിന് എത്രയാണ് വില? തിരൂർ പൊന്നിന് എത്ര വില? നമുക്കറിയാലോ. തിരൂർ പൊന്ന് 150 ഉറുപ്പിക കിട്ടും. സ്വർണം കിട്ടണമെങ്കിൽ 1,00,000 ഉറുപ്പിക്ക് മേലെ കൊടുക്കണ്ടേ? അതിലും വ്യത്യാസം നമ്മുടെ കയ്യിലുള്ള അമൃതാണ്. അമൃത് ഡോക്ടർ ഉപേക്ഷിച്ച കേസ് പോലും നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയ എത്രയോ കേസുകൾ. ക്യാൻസർ പേഷ്യൻസുകൾ എത്രയോ പേര് നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊക്കെ ലക്ഷങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കാൻ തയ്യാറാണ്. ഒരു മനസാക്ഷി കുത്തും ഇല്ലാണ്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ പൈസയൊക്കെ കൊണ്ട് മിംസിലും ബേബിയിലും അതുപോലെയുള്ള ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടു കൊടുക്കാൻ ഒരാൾക്കും ഒരു മടിയും ഇല്ല. പക്ഷെ ഒരു 10,000 ഉറുപ്പ്യന്റെ നമ്മുടെ ഫുഡ് സപ്ലിമെന്റ് വാങ്ങി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യവും. എന്താണോ നമ്മുടെ ശരീരത്തിൽ കുറവുള്ളത് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഫുഡ് സപ്ലിമെന്റ് ആണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇതൊന്നും മരുന്നല്ല. പ്രൊപ്രൈറ്ററി ആയുർവേദിക് മെഡിസിൻ നമ്മൾ ഓരോരുത്തരുടെ പ്രൊഡക്റ്റിന്റെ പുറകിലും ഉണ്ടാവും. ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ വാങ്ങി ഉപയോഗിക്കാനുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ. അപ്പോ നമ്മളത് വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാകണം. ആദ്യം നമ്മൾ വാങ്ങി ഉപയോഗിച്ച് നോക്ക്.
വില കൂടുതൽ പറയുമ്പോൾ അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്ന് നോക്കണം. നമ്മൾക്ക് അറിയാൻ പറ്റും, നമ്മളെ പ്രൊഡക്റ്റിന്റെ പുറകില് അതില് ഉപയോഗിച്ചിട്ടുള്ള കണ്ടന്റ് കൊടുത്തിട്ടുണ്ടാകും. ആ പറഞ്ഞ കണ്ടന്റ് ഒക്കെ അതിലുണ്ടാകും. വില കൂടുന്ന മറ്റൊന്നും കൊണ്ടല്ല, വില കൂടിയ സാധനങ്ങളാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ 95-ന് നമുക്കറിയാൻ പറ്റും വില കൂടുതലുണ്ട്, പക്ഷെ അതിൽ ഉപയോഗിച്ചിട്ടുള്ള സാധനം എന്താണ്? ബെറിപ്പഴങ്ങളാണ്. ബെറിപ്പഴത്തിന്റെ വില എത്രയാണ്? 400 രൂപ മുതൽ 16,000 രൂപ വരെ കിലോയ്ക്ക് വിലയുള്ള ബെറിപ്പഴങ്ങളാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോ അതിനത്രയും വിലക്കെങ്കിലും കൊടുക്കണ്ടേ? ഇനി ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് എന്താണ്? അതാ ചിന്തിക്കേണ്ടത്. അപ്പോ അത്രത്തോളം പ്രൊഡക്റ്റ് വില കൂടുതലുള്ള പറയുന്നെങ്കിൽ അതില് ഉപയോഗിച്ച് പറഞ്ഞിട്ടുള്ള കണ്ടന്റ്സ് ഒക്കെ അതിലുണ്ടാവും. നമ്മൾ പക്ഷെ ഇന്ന് പരസ്യത്തിന്റെ പുറകെയാണ്. നമുക്കറിയാൻ പറ്റും, നമ്മുടെ സോപ്പിന്റെ വില 100 രൂപയാണ്, MRP 100 രൂപയാണ്. അപ്പോ നമുക്കറിയാം എന്തുകൊണ്ടാണ് നമുക്കറിയാൻ പറ്റും 75 രൂപയ്ക്കാണ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുത്ത 40 മുതൽ 60% വരെ പൈസ നമുക്ക് എന്ത് ചെയ്യും, അതിൽ കിട്ടുന്നുണ്ട്. അപ്പോ ഇന്ന് നമുക്കറിയാൻ പറ്റും, നമ്മള് TV-യിലൊക്കെ ഒരു പരസ്യം കാണുന്നുണ്ട്, മഞ്ഞളും ചന്ദനവും ഒത്തുചേരും. മമ്മി എന്നൊരു കുട്ടി വിളിക്കുന്ന ഒരു പരസ്യം, സന്തൂറിന്റെ പരസ്യമാണ്. സോപ്പിന് 30 രൂപയുള്ളൂ. പക്ഷെ നമ്മൾ ചിന്തിക്കണം, 1 കിലോ മഞ്ഞളുടെ വില എത്രയാണ്? 1 കിലോ കുങ്കുമത്തിന്റെ വില എത്രയാണ്? 1 കിലോ ചന്ദനത്തിന്റെ വില എത്രയാണ്? ഇതൊക്കെ അതിൽ കൂട്ടിക്കുഴച്ച് വെച്ചിട്ട് ആ സോപ്പ് 30 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മളെ പ്രൊഡക്റ്റിൽ പറഞ്ഞ സാധനം അതിലുള്ളത് കൊണ്ടാണ് അതിന് കറക്റ്റ് ആയിട്ടുള്ള വിലയുള്ളത്. അതിന് റിസൾട്ടും ഉണ്ട്. നമ്മളെ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം റിസൾട്ട്? ജന്മന അല്ലാത്ത പാടുകളൊക്കെ മാറുന്നു. അതുപോലെ തന്നെ സ്കിന്നിന് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള്, ചുണങ്ങ് പോലുള്ള പ്രശ്നങ്ങള്, മറ്റു പ്രയാസങ്ങള്, ഇതൊക്കെ മാറുന്നു. എത്രത്തോളം റിസൾട്ടുള്ള സാധനമാണ്. സ്ഥിരമായിട്ട് നമ്മുടെ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സൗന്ദര്യം വർദ്ധിക്കും. ലക്സ് സോപ്പ് ഉപയോഗിച്ച് കുളിച്ചിട്ട് ഇന്നേ വരെ നമുക്ക് കരീന കപൂറിനെ പോലെ, ഐശ്വര്യനെ പോലെ ഒരാളെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? അതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ആ പരസ്യം കണ്ടിട്ട് വാങ്ങി ഉപയോഗിക്കുന്നു, ചില സ്മെല്ല് നോക്കി വാങ്ങി ഉപയോഗിക്കുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കണം, നമ്മളെ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് അത്രത്തോളം വലുതാണ്. അത് നമ്മൾ മനസ്സിലാക്കി ഉപയോഗിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം, നമ്മൾ തയ്യാറാകണം. അപ്പോ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകതയാണ്. 26ഓളം പ്രൊഡക്റ്റിന് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. പലരും പറയും ഇതൊക്കെ സർട്ടിഫിക്കേഷൻ ഇതെങ്ങനെ കിട്ടും? പക്ഷെ ഇതങ്ങനെ കിട്ടുന്നതല്ല. നമുക്കറിയാൻ പറ്റും, നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ, ഹൈ സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ ആയുർവേദ മേഖലയെ സംരക്ഷിക്കാനും അതിനെ മറ്റ് ചൂഷണങ്ങളിൽ നിന്ന് ഒഴിവാക്കാനും ഇതിൽ നടക്കുന്ന മറ്റ് മായങ്ങളും കാര്യങ്ങളും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സർട്ടിഫിക്കേഷനാണ്. എന്തുകൊണ്ടാണ്? സ്വാധീനം കൊണ്ട് കിട്ടുന്നതാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, നരേന്ദ്രമോദി ഏറ്റവും വലിയ സുഹൃത്താണ് ബാബ രാംദേവ്, പതഞ്ജലിക്ക് പക്ഷെ ഒരു പ്രൊഡക്റ്റിന് മാത്രമേ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഉള്ളൂ. അപ്പോ ഇത് സ്വാധീനം കൊണ്ട് കിട്ടുന്നതല്ല. ഇതിന് കൃത്യമായിട്ട് ആയുഷ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ വന്ന് നമ്മുടെ പ്രൊഡക്റ്റിന്റെ സാമ്പിൾ പരിശോധിച്ച് അതിൽ പറഞ്ഞിട്ടുള്ള കണ്ടന്റ്സിന്റെ ഒക്കെ DNA അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്തുള്ളൂ, അതിന് ആയുഷ് സർട്ടിഫിക്കേഷൻ കൊടുക്കുള്ളൂ. ഒരു പ്രാവശ്യം സർട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ പിന്നെ കിട്ടിക്കൊണ്ടിരിക്കൊന്നുമില്ല. ഓരോ 3 മാസം കൂടുമ്പോഴും ഓരോ ബാച്ച് പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോഴും അത് സർട്ടിഫൈ ചെയ്യണം. ചില സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റ് വൈകുന്നതിന്റെ കാരണം ചില കണ്ടന്റ് കിട്ടാണ്ടാവും. ഈ കണ്ടന്റ് കിട്ടാണ്ടായാലും ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന് കണ്ടന്റ് കിട്ടിയില്ലെങ്കിൽ അത് രണ്ടാമത് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന കമ്പനിയാണ് മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അത്രയ്ക്കും എത്രയോ വലിയ ഇന്ത്യയിലെ തന്നെ എത്രയോ വലിയ ഡോക്ടേഴ്സ് വിങ് ആണ് നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി പ്രവർത്തിക്കുന്നത്. പകരം വെക്കാൻ ആളില്ല. ഡോക്ടർ KK രാജേഷ് നമ്മുടെ മാനേജിങ് ഹെഡാണ്. നമ്മൾ മനസ്സിലാക്കണം, ഹിന്ദുസ്ഥാൻ ലീവറിനെ യൂണിലിവറിന്റെ ഒക്കെ ഇന്ത്യയില് ബ്രാഞ്ചാണ് ഹിന്ദുസ്ഥാൻ ലീവർ. അവരെ ഇന്നുള്ള ലെവലിലേക്ക് മാറ്റിയ വ്യക്തിയാണ് ഡോക്ടർ KK രാജേഷ്. അദ്ദേഹമാണ് നമ്മുടെ മാർക്കറ്റിംഗ് ഹെഡ്. ഡോക്ടർ DB അനന്തനാരായണ ഇന്ത്യയിലെ ഏറ്റവും വലിയ, ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആയുർവേദ സയന്റിസ്റ്റ്. ഡോക്ടർ KC ഗവണ്ടൻ നമുക്കറിയാൻ പറ്റും, കോസ്മെറ്റിക്കിന്റെ കിങ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മുൻനിരയിലുള്ള ടോപ്പ് 10-ലുള്ള സയന്റിസ്റ്റ് വിങ്ങുകളാണ് നമ്മുടെ പ്രൊഡക്റ്റിന് പിന്നെ പ്രവർത്തിക്കുന്നത്. പക്ഷെ ആളുകള് എന്താണ്, വിലക്കുറവ് നോക്കി പോകുന്നത്.
ഇത് ആളുകളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. നമ്മൾ വെൽനസ് ഉൽപ്പന്നങ്ങളാണ് നമ്മൾ മാർക്കറ്റിൽ നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഇൽനസ് സാഹചര്യത്തിലാണ്. രോഗബാധിതമായിട്ടുള്ള ആരോഗ്യമില്ലാത്ത ഒരു സമൂഹത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ നാട്ടില് ആരംഭിക്കുന്ന ക്യാൻസർ സെന്ററുകൾ, ഡയാലിസിസ് സെന്ററുകൾ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും വെള്ളവും ഒന്നും ശുദ്ധമല്ല. പണ്ട് നമ്മൾ ആളുകൾ 100-120 വർഷം ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് 70-60 വയസ്സായിട്ട് ആയുസ് മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മളെ ഭക്ഷണവും വെള്ളവും ശുദ്ധമല്ല. അതിന് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ആയുസ് കൂട്ടാനും ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ വെൽനസ് ഉൽപ്പന്നങ്ങൾ കഴിച്ചേ പറ്റൂ. ആ വെൽനസ് ഉൽപ്പന്നങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും നല്ല വെൽനസ് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അതിലെ നമ്പർ 1 പ്രൊഡക്റ്റുകളാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. ഇത് ആളുകളിലേക്ക് എത്തിക്കേണ്ടത് ഓരോ ഹോം മീറ്റിങ്ങുകളിലൂടെയും ഹോം ഷോപ്പുകളിലൂടെയും ആളുകളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യുന്ന സമയത്ത് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യപ്പെടുകയും പുതിയ ആളുകൾ വന്ന് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാനും കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മളെ ബിസിനസ് ബിൽഡ് ചെയ്യുന്നത്. ഇവിടെ ഇടനിലക്കാരും പരസ്യക്കാരും നമ്മൾ തന്നെയാണ്. ഈ പ്രൊഡക്റ്റിന്റെ മോഹൻലാലും മമ്മൂട്ടിയും ഐശ്വര്യായും ഒക്കെ നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പൊ നമ്മളിത് വാങ്ങി ഉപയോഗിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇത് നമ്മുടെ ഉൽപ്പന്നങ്ങളാണ്, കമ്പനിയുടെ ഉൽപ്പന്നങ്ങളല്ല. കമ്പനി ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഔട്ട്ലെറ്റിലേക്ക് പ്രൊഡക്റ്റ് എത്തുന്നത് കമ്പനിക്ക് വേണ്ട ലാഭം എടുത്തിട്ടാണ്. നമ്മൾ വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും കമ്പനിക്ക് ലാഭം കിട്ടും. ഔട്ട്ലെറ്റിൽ നിന്ന് നമുക്ക് തരുന്നത് അവരുടെ ലാഭം എടുത്തിട്ടാണ്. ഔട്ട്ലെറ്റ് നടത്തുന്ന വ്യക്തിയുടെ 5% കമ്മീഷൻ എടുത്തിട്ടാണ് നമുക്ക് തരുന്നത്. ബാക്കി ചെയ്തു കഴിഞ്ഞാൽ 65% നമുക്കാണ്. ഏറ്റവും കൂടെ പൈസ തരുന്നത് ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനാണ്. അപ്പോൾ നമ്മൾ അത് ആത്മാർത്ഥമായിട്ട് എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ വാങ്ങുക, ഉപയോഗിക്കുക, ഈ ഉൽപ്പന്നങ്ങളെ സ്നേഹിക്കുക, കൂടുതലുള്ള ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഒരു ബിസിനസ് ആയിട്ട് കാണാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അപ്പൊ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. കമ്പനിയിൽ നമുക്ക് വിശ്വാസം വേണം, പ്രൊഡക്റ്റിൽ വിശ്വാസം വേണം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ടീമിൽ വിശ്വാസം വേണം. ഇന്ത്യയിലെ നമ്പർ 1 ടീമാണ് ടീം സൺ ഇന്റർനാഷണൽ. നമുക്കറിയാം ടീം SIT. ഇന്ന് 260 മേലെ സീലിംഗ് അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തത് 2,10,000 മേടിച്ച 260 ആളുകളുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഈ ഒരു ബിസിനസ്സിൽ ഇത് കൃത്യമായിട്ട് ഇന്ത്യയിൽ വേറൊരു ടീമിനും ഇല്ല. അപ്പോ ഇന്ത്യയിലെ അത്രയും നമ്പർ 1 ടീമാണ് നമ്മൾ. നമ്പർ 1 ടീമിൽ നമ്മൾ എത്തിപ്പെട്ടു. ടീമിലെ ലീഡേഴ്സ് അവരൊക്കെ പറയുന്നത്, വിജയിച്ച ലീഡേഴ്സ് എവരി വീക്ക് 2,10,000 മേടിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് 70 പേരാണ് 2,10,000 ആഴ്ച വരുമാനം മേടിച്ചത്. പക്ഷേ ഇന്ന് ഇതിൽ 270ഓളം ആളുകൾ മേടിച്ചു കഴിഞ്ഞു. ഇനി മേടിക്കേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ആർക്കും കിട്ടും 17 ലക്ഷം ബിസിനസ് ഗോളി ആർക്കാണോ മാച്ച് ചെയ്യുന്നത് അവന്റെ അക്കൗണ്ടിലേക്ക് 2,10,000 കിട്ടും. അത് ഉറപ്പാണ്. അല്ലാണ്ട് ചിലർ പറയും ഇത് മേലുള്ളവർക്കേ വരുള്ളൂ, ആദ്യം വന്നവർക്കേ വരുള്ളൂ. അവരൊക്കെ ഈ ഒരു ബിസിനസിനെ പറ്റി പഠിക്കാൻ തയ്യാറാകുക. അജ്ഞത കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇതിനെപ്പറ്റി പഠിക്കണം. നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു മേഖലയാണ്. ആഴ്ചക്ക് 2,10,000 കിട്ടുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് പഠിക്കാൻ വേണ്ടി തയ്യാറാകണം. മാസത്തില് 10,000, 20,000, 30,000 ശമ്പളത്തിന് ജോലി ചെയ്യാൻ വേണ്ടി എത്രയോ വർഷങ്ങൾ പഠിക്കുന്നു. ആഴ്ചക്ക് 2,10,000 കിട്ടാൻ വേണ്ടി ഒരു പഠിക്കാനുള്ള മനസ്സുണ്ടാക്കി എടുക്കാൻ ഇന്ന് ആളുകൾക്ക് നേരമില്ലാത്ത സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോ ആഴ്ചക്ക് 2,10,000 കിട്ടണമെങ്കിൽ എത്രത്തോളം പഠിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് പഠിക്കുന്ന എവിടെയാണ്? നമ്മളെ ഓരോ പ്രോഗ്രാം സെന്ററുകളാണ് നമ്മുടെ ക്ലാസ് മുറികളെന്ന് മനസ്സിലാക്കുക. അവിടെ പോവുക, കൃത്യമായിട്ട് പഠിക്കുക. അപ്പോ ടീമിൽ നമുക്ക് വിശ്വാസം വേണം. ആ ടീമിനോടൊപ്പം ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ പഠിച്ച് നമുക്ക് മുന്നേറാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. 4മത്തെ അപ്ലൈനാണ്. അപ്ലൈനിൽ വിശ്വാസം വേണം. നിങ്ങൾക്ക് ഈ ബിസിനസ് കൊണ്ടുതന്ന ഒരു വ്യക്തിയുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ചിലപ്പോൾ നാളെ ഒരുപക്ഷെ നിർത്തിപ്പോകാം, അങ്ങനെയുണ്ട്. പക്ഷേ ഈ ബിസിനസ് നിങ്ങൾക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള അപ്ലൈൻ ഉണ്ടാവണം. അദ്ദേഹത്തെ അനുസരിക്കണം, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. കാരണം ഈ ബിസിനസ്സിൽ വിജയിച്ച വ്യക്തികൾ എന്താണോ പറയുന്നത് അതനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ വിജയിക്കാൻ നമുക്ക് സാധിക്കും. നമ്മളെ കഴിവ് കൊണ്ടല്ല ഈ ബിസിനസ് വിജയിക്കുന്നതെന്ന് തിരിച്ചറിവുണ്ടാകുക. കാരണം നമ്മുടെ കഴിവ് കൊണ്ടാണെങ്കിൽ പണ്ടേ നമ്മൾ വിജയിച്ചു പോയേനെ. ഒരുപാട് വർഷങ്ങൾ പല മേഖലയിലും കൊടുത്തില്ലേ, വിജയിച്ചില്ലല്ലോ. അപ്പൊ നമ്മുടെ കഴിവല്ല പ്രശ്നം. അപ്പൊ നമ്മളെ കഴിവ് കൊണ്ടാണെങ്കിൽ നമ്മൾ ഇപ്പൊ ചെയ്ത പല മേഖലയിലും വിജയിച്ചു പോയേനെ എങ്കിൽ ഇവിടെ നമ്മൾ ചിന്തിക്കണം. ഇവിടെ നമ്മൾ വിജയിച്ച ആളുകൾ പറയുന്നത് അക്ഷരം പ്രതി കേട്ടുകൊണ്ട് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മളും നാളെ വിജയിക്കും. നമുക്ക് വിജയിക്കല്ലേ വേണ്ടത്.
അതുകൊണ്ട് വിജയിച്ച ആളുകളെ ഫോക്കസ് ചെയ്യുക, അവരെ പിന്തുടരുക, അവര് പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, ശക്തമായി ഏറ്റെടുക്കുക. നമ്മുടെ അപ്ലൈൻ ലീഡറിൽ നമുക്ക് വിശ്വാസം വേണം. അപ്ലൈൻ എന്തു പറഞ്ഞാലും അത് അനുസരിക്കണം. നമുക്ക് ദോഷമായിട്ട് ഒരു അപ്ലൈനും പറയില്ല, അത് മനസ്സിലാക്കുക. അപ്ലൈനെ അനുസരിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഈ ബിസിനസ് ചെയ്യൂ. നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് വെച്ചാൽ നിങ്ങളുടെ അപ്ലൈൻ മാത്രമേ ഉള്ളൂ. പലരും നമുക്കറിയാൻ പറ്റും, പല ടീമിലും ചിലർക്ക് ഒന്നും അപ്ലൈൻസിനെ ഭയങ്കര വെറുപ്പായിരിക്കും. നമുക്കങ്ങനെയാണ്, നമ്മുടെ നന്മയ്ക്ക് വേണം. നമുക്ക് ചെറുപ്പത്തിൽ നമ്മള് മാഷന്മാരെ നമുക്ക് ഇഷ്ടമുണ്ടോ? മാഷന്മാര് നമ്മളോട് ഇതെല്ലാം പറയുന്നത് എന്തിനാണ്? നല്ലതിന് വേണ്ടിയിട്ടല്ലേ. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ അപ്ലൈൻസിനെ നമ്മൾ എന്ത് ചെയ്യുക? അനുസരിക്കാൻ വേണ്ടി തയ്യാറാകണം. അപ്ലൈനിൽ വിശ്വാസം വേണം. കാരണം അദ്ദേഹം വിജയിക്കാൻ വേണ്ടി വന്ന വ്യക്തിയാണ്. അദ്ദേഹം വിജയിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഓരോരുത്തരെയും വിജയിപ്പിച്ചിട്ടാണ് അദ്ദേഹം വിജയിക്കുന്നത്. നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് അവര് നമ്മളോട് ഇതൊക്കെ പറഞ്ഞു തരുന്നത് എന്ന് തിരിച്ചറിയുക. ഇപ്പൊ 4 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ 5ാമത്തെ കാര്യമാണ് ഏറ്റവും വലിയ പ്രധാനം. അപ്പം കമ്പനിയിൽ വിശ്വാസം വേണം, പ്രൊഡക്റ്റിൽ വിശ്വാസം വേണം, ടീമിൽ വിശ്വാസം വേണം, അപ്ലൈനിൽ വിശ്വാസം വേണം. പക്ഷേ 5ാമത്തെ കാര്യത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്നുകൂടെ തിരിച്ചറിയുക. 5ാമത്തെ മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം വേണം. കാരണം ബാക്കിയെല്ലാം 50% ആണെന്നുള്ളൂ. ബാക്കി 50% നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസമാണ്. ഞാൻ ഈ ബിസിനസ്സിൽ എന്ത് വന്നു കഴിഞ്ഞാലും എനിക്ക് വിജയിച്ചേ തീരൂ. എന്നെ കാത്തൊരു കുടുംബമുണ്ട്, എന്നെ കാത്തൊരു ടീമുണ്ട്, എനിക്ക് അവരുടെ മുമ്പിൽ വിജയിച്ച് കാണിക്കണം എന്നൊരു ഉത്തമ ബോധ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി പറ്റൂ. അതൊരു തീരുമാനമായിരിക്കണം. ഞാൻ അങ്ങനെ ഒരു തീരുമാനം പ്രസാദ് സാറിന്റെ പ്രോഗ്രാമിൽ നിന്ന് എടുത്തത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഞാനിങ്ങനെയൊന്നുമല്ല, ഒരാളോട് പോലും സംസാരിക്കാത്ത വ്യക്തിയായിരുന്നു. പക്ഷേ വിജയിക്കണം എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലേ വിജയിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ആ ഒരു വിശ്വാസം നിങ്ങൾ വിശ്വാസം വേണം, എങ്കിൽ മാത്രമാണ് വിജയിക്കാൻ വേണ്ടി സാധിക്കുക. അപ്പൊ വിശ്വാസം എന്നതിനെ പറ്റി, വിശ്വാസം അതല്ലേ എല്ലാം എന്ന് നമ്മൾ കേൾക്കുന്നില്ലേ? ഇനി 2ാമത്തെ കാര്യം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, വിഷ്വലൈസേഷൻ ആണ്. വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം. ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ വിഷ്വലൈസ് ചെയ്യണം. അത് ബാഹുബലി എന്ന് പറയുന്ന സിനിമ ഒരു പക്ഷേ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകാം. ബാഹുബലി എന്ന് പറയുന്ന സിനിമ ആദ്യം കണ്ടതാരാണ്? അതിന്റെ സംവിധായകൻ രാജമൗലിയാണ് ബാഹുബലി എന്ന സിനിമ കണ്ടത്. അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു ബാഹുബലിന്റെ കൊട്ടാരം ഇങ്ങനെ, കട്ടപ്പ എങ്ങനെയായിരിക്കണം, ഓരോന്നും എങ്ങനെ ആയിരിക്കണം എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നതിന്റെ ആവിഷ്കാരമാണ് നമ്മൾ തിയേറ്ററിൽ കണ്ടത്. അതുപോലെ ഈ ബിസിനസ്സിൽ ആരാകണം, എനിക്ക് എന്തൊക്കെ ഉണ്ടാകണം, എന്തൊക്കെ മേടിക്കണം, ഞാൻ ഏത് നിലയിലേക്ക് മാറും, എന്റെ അടുത്ത റാങ്ക് എപ്പം വരും, ഇതൊക്കെ വിഷ്വലൈസ് ചെയ്യണം. ആ ഒരു വിഷ്വലൈസേഷൻ നിങ്ങൾക്കില്ലെങ്കിൽ ഈ ബിസിനസ് ചെയ്തുകൊണ്ട് കാര്യമില്ല. ആ വിഷ്വലൈസേഷൻ നമ്മൾ മാറണം. നമ്മൾ അതിലേക്ക് മാറ്റി നമ്മുടെ മാനസികാവസ്ഥ നമ്മളത് വിളിച്ചു പറയണം. നമ്മൾ ടീം അംഗങ്ങളോടും പ്രോഗ്രാമിലൊക്കെ വിളിച്ചു പറയണം. കാരണം നമ്മൾ അറിയാതെ വീക്ഷിക്കുന്ന ഒരാള് നമ്മുടെ ഉള്ളിലുണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ ഉള്ളില് ഒരു വ്യക്തി ഇരിപ്പുണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു വ്യക്തി പേരിട്ട്. ഇത് ദൈവം നിങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ ഉള്ളിലിട്ട വ്യക്തിയാണ്. അദ്ദേഹം ഫുൾ ടൈം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മൈലേഷ്യൽ മാർക്കറ്റിംഗ് ചെയ്യുകയും നമുക്ക് ചെറിയ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ കൊണ്ട് നടക്കുകയും ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ വീക്ഷിക്കുന്നുണ്ട്, ഇതവിടെ ഫീഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരിക്കലും നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകില്ല. അപ്പൊ അതൊക്കെ മാറ്റിക്കൊണ്ട് എനിക്കിതിൽ വിജയിച്ചേ തീരൂ എന്നൊരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കാൻ നമുക്ക് തയ്യാറാണ്. അടുത്തത്, നമുക്കൊരു ലക്ഷ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എഴുതി വെക്കണം. റൈറ്റ് യുവർ ഗോൾസ്. അതായത് നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ എഴുതി വെക്കണം. എനിക്ക് ഒരു ബൈക്ക് മേടിക്കണം. തുടക്കക്കാരൊക്കെയാണ് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മതി. നമ്മൾ ചെറിയ ഓരോന്ന്, വീട്ടിൽ ചിലപ്പോ മിക്സി ഉണ്ടാവില്ല, ഒരു മിക്സി മേടിക്കണം. അതിനെന്താ ചെയ്യണ്ട? അപ്ലൈ ലീഡറോട് ചോദിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിന്റെ വരുമാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. എന്നിട്ട് മിക്സി, അതൊരു വലിയ സന്തോഷമാണ് അങ്ങനെ മേടിക്കുമ്പോൾ. ചെറുതിൽ തുടങ്ങി ഓരോ റാങ്കിനും അനുസരിച്ച് വലിയ വലിയ രീതിയിലേക്ക് പോവുക. അത് സാധിക്കണം. മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ ഒക്കെ ഇല്ലാത്തവര് നല്ലൊരു സ്മാർട്ട് ഫോൺ മേടിക്കുക. അതിനു വേണ്ടിയിട്ട്, അതിന്റെ വരുമാനത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുക? നമ്മൾ ഈ കോണ്ടസ്റ്റും കാര്യങ്ങളും ഒക്കെ ലീഡേഴ്സ് ഒക്കെ വെക്കുന്നില്ലേ? അത് വെക്കുന്ന ലീഡേഴ്സിന് വേണ്ടിയിട്ടൊന്നുമല്ല, നമ്മൾ ടീം വളരാൻ വേണ്ടിയിട്ടാണ്. ഓരോരുത്തർക്കും ഏറ്റവും കൂടുതൽ റാങ്ക് വരുന്ന എപ്പോഴാണ്? ഓരോ കോണ്ടസ്റ്റ് വെക്കുന്ന സമയത്തല്ലേ?
അതായത് റാങ്കുകൾ നമ്മൾ എപ്പോഴും നിൽക്കുന്ന നിലയിൽ നിന്നും അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലായിരിക്കണം. ഓരോ ദിവസവും നമ്മുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നമ്മൾ ചെയ്യണം. അപ്പോ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു? ഫസ്റ്റ് ബിലീഫ്, രണ്ടാമത് വിഷ്വലൈസേഷൻ, മൂന്നാമത് നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാകണം, റൈറ്റർ ഗോൾസ് എഴുതി വെക്കണം. ഇനി അഞ്ചാമത്തെ കാര്യം ആക്ഷൻ ആണ്. ഇത്രയും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ആക്ഷൻ ആയിരിക്കണം, പണിയെടുക്കണം. പണിയെടുക്കാണ്ട് ഇവിടെ നയാ പൈസ കിട്ടും. വെറുതെ ഇരുന്നാലൊന്നും ഒരാൾക്ക് ഒരു പൈസയും കിട്ടില്ല. പലർക്കും പരാതിയാണ്, എന്റെ ടീം വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടീം വരാത്തൊന്നും ടീമിന്റെ കുഴപ്പമല്ല, നമുക്കെന്തോ പ്രശ്നമുണ്ട്. അത് മാറ്റണം. നമ്മളെല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കണം, ടീമിനെ അവിടെ കൊണ്ടുപോകണം. നമുക്ക് മനസ്സിലായ കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി അത് ഏത് പ്രോഗ്രാമിലാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നെഗറ്റീവുകളിൽ നിന്ന് അകലം പാലിക്കുക. പലർക്കും നെഗറ്റീവാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് നെഗറ്റീവും കൂടിക്കഴിഞ്ഞാൽ നെഗറ്റീവാണ്, നെഗറ്റീവും പോസിറ്റീവും കൂടിക്കഴിഞ്ഞാൽ നെഗറ്റീവ്. പോസിറ്റീവ് ഉള്ള ഒരു വ്യക്തി നെഗറ്റീവ് ഉള്ള ആളുടെ അടുത്ത് കുറച്ചു നേരം നിന്നാൽ മതി, അയാൾ നെഗറ്റീവ് ആവും. അതൊരു തിയറിയാണ്. നെഗറ്റീവും പോസിറ്റീവും ഇൻറ്റു നമ്മൾ കണക്കിൽ പഠിച്ചിട്ടില്ലേ? ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നെഗറ്റീവിൽ നിന്നും അകലം പാലിക്കുക. ഒരു വിജയിക്കാനുള്ള വ്യക്തിയുടെ മനസ്സിൽ ഒരിക്കലും നെഗറ്റീവ് ഉണ്ടാകരുത്. അപ്പോ ഒരിക്കലും നമ്മളെ ഈ ഒരു ബിസിനസ്സിൽ പരാജയപ്പെടുത്താൻ വേറൊരാൾക്ക് സാധിക്കില്ല എന്നൊരു സത്യം നമ്മൾ തിരിച്ചറിയുക. ഈ ബിസിനസ്സിൽ നമ്മൾ ഒരു 10 ഐഡിയ തന്നിട്ടുണ്ട്, നമ്മളത് ചെയ്താൽ നമ്മൾ വിജയിക്കും. പക്ഷേ നമ്മൾക്ക് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി സാധിക്കും. നമ്മളെ ബിസിനസ് പരാജയപ്പെടുന്നത് നമ്മൾ തന്നെയാണ്. ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് ഒരിക്കലും ഇരുമ്പിന്റെ പ്രശ്നം കൊണ്ടല്ല. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് ഇരുമ്പിനെ ഇപ്പൊ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു തീയിലിട്ട് കഴിഞ്ഞാൽ അത് ചുട്ടു പഴുക്കും, അടിച്ചു പരത്തിയാൽ അത് മൂർച്ചയുള്ള ആയുധമായിട്ട് മാറും. എന്നാൽ ഇരുമ്പിനെ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ ഇരുമ്പിനെ നശിപ്പിക്കുന്നത് അതിൽ നിന്ന് വരുന്ന തുരുമ്പാണ്. തുരുമ്പെടുത്ത് മാത്രമേ നശിച്ചു പോകും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലേക്ക് നെഗറ്റീവ് കിടന്നു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് അവിടെ കിടന്ന് നമ്മുടെ മാനസികാവസ്ഥ, ഈ ബിസിനസ്സിൽ വളരാനുള്ള കോൺഫിഡൻസ് തകർക്കുകയും നമ്മളെ തന്നെ നശിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ അത് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വിജയിക്കാൻ വേണ്ടി തരണം. പിന്നെ പുറത്തുനിന്ന് നെഗറ്റീവ് പറയുന്ന ആളുകൾ ഒരുപാടുണ്ടാവും, അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോ കഴുതേന്റെ കടുവേന്റെ ഒരു കഥയുണ്ട്. അപ്പോ കഴുത പുല്ല് കണ്ടിട്ട് പറഞ്ഞ നല്ല പച്ചപ്പുല്ലാണ്. പച്ചപ്പുല്ല് കണ്ടിട്ട് കഴുത പറഞ്ഞു പുല്ലിന്റെ നിറം നീലയെന്ന് പറഞ്ഞു കടുവേനോട്. അപ്പോ കടുവ സമ്മതിച്ചില്ല. കടുവ പറഞ്ഞു പച്ചയെന്ന് പറഞ്ഞു. കഴുത സമ്മതിച്ചില്ല. കഴുത പറഞ്ഞു നീലയാണ് പുല്ല് എല്ലാം നീലയാണ്, ഇത് നല്ല പുല്ല്, ഇപ്പൊ നീല പുല്ല ഉള്ളതെന്ന് പറഞ്ഞു. മൊത്തം നീല പുല്ലാണ്. അങ്ങനെ കടുവ സമ്മതിച്ചില്ല. പ്രശ്നം രാജാവിന്റെ അടുത്തെത്തി. രാജാവിന്റെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, രാജാവ്, കഴുത പറയുന്നു പുല്ലിന്റെ നിറം നീലയാണ്. കടുവ പറഞ്ഞത് രാജാവിനോട്. രാജാവ് ചോദിച്ചു പുല്ലിന്റെ നിറം നീലയാണ്? കഴുത പറഞ്ഞു പുല്ലിന്റെ നിറം എല്ലാം നീലയാണ്. രാജാവ് വിധി പ്രഖ്യാപിച്ചു. കടുവേൻ എന്ത് ചെയ്യാ? പിടിച്ചിട്ട് 100 ചാട്ടവാറടി കൊടുത്തിട്ട് പോവാം. പച്ച കളറാണ് പുല്ലിൽ നിന്ന് രാജാവിനും അറിയാം, ആർക്കും അറിയാം, കടുവയ്ക്കും അറിയാം. കടുവ ചോദിച്ചു, അല്ല രാജാവേ, പുല്ലിന്റെ നിറം പച്ചയല്ലേ, പിന്നെ ഇതിനെ എന്നെ 100 പ്രാവശ്യം ചാട്ടവാറടിക്കുന്നു? രാജാവ് പറഞ്ഞു, മറ്റൊന്നും കൊണ്ടല്ല, നിനക്ക് പുല്ലിന്റെ നിറം പച്ചയാന്നറിയാലോ, എന്നിട്ട് ഈ വിവരമില്ലാത്ത കഴുതേനോട് തർക്കിക്കാൻ നിൽക്കണോ? അതുകൊണ്ടാണ് എനിക്കിട്ട് ശിക്ഷ തന്നെ. നമ്മൾ ഈ ബിസിനസ്സിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി, നമ്മൾ ഒരുപാട് പ്രോഗ്രാമിൽ പോയി നമ്മളിത് മനസ്സിലാക്കിയിട്ട് നമ്മളിത് ചർച്ച ചെയ്യുന്നതും ഇതിനെപ്പറ്റി ഒരു GTS പോലും പങ്കെടുക്കാത്ത ആളുകൾ പറയുന്നത് കേട്ടിട്ട് നെഗറ്റീവ് ആകുന്നുണ്ടെങ്കിൽ ആർക്കിട്ട് അടി കൊടുക്കേണ്ടത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇതിന്റെ അഭിപ്രായം ചോദിക്കാരോടാ? നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷിനോട്. മാഷിന് എങ്ങനെ അറിയാം മൈലേഷ്യൽ മാർക്കറ്റിങ്ങിനെ പറ്റി? മാഷ് GTS വന്നിട്ടുണ്ടോ? ഇല്ല. മാഷിനാകെ അറിയാം, മാഷ് പഠിപ്പിക്കുന്ന വിഷയത്തെ പറ്റി അറിയാം. ഫ്രഞ്ച് വിപ്ലവത്തിനെ പറ്റി, അമേരിക്ക സ്വാതന്ത്ര്യ സമരത്തെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാഷ് കൃത്യമായിട്ട് പറഞ്ഞു തരും. അത് മാഷ് പഠിപ്പിക്കുന്ന വിഷയമാണ്. പക്ഷേ മൈലേഷ്യൽ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള സംശയങ്ങൾ ദൂരീകരിക്കേണ്ടത് ഈ പ്രോഗ്രാമുകളിൽ പോയിട്ട് അവിടെ വിജയിച്ച ഒരു ലീഡർ കൺകൂടിങ്ങിന് വരുന്നുണ്ടാവും. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം, കാരണം അദ്ദേഹം വിജയിച്ച വ്യക്തിയാണ്. ഏതൊരു മേഖലയിലും നമ്മൾ അഗ്രഗണ്യനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ നമുക്ക് അറിവുണ്ടാകണം.
ആ അറിവ് നമുക്ക് നേടാൻ വേണ്ടി സാധിക്കുന്നത് നമ്മുടെ ഓരോ പ്രോഗ്രാം സെന്ററിൽ നിന്നാണ്. ആ ഒരു പ്രോഗ്രാമുകളിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ബിസിനസിനെ പറ്റി മനസ്സിലാക്കി, നേരത്തെ ഇവിടെ സൂചിപ്പിക്കുന്ന കണ്ടു പ്രഭിത മേഡത്തിന്റെ FSSC പോയതിനെ പറ്റി. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഓരോ പ്രോഗ്രാമും നമുക്ക് വലിയൊരു അറിവാണ് തരുന്നത്. ഈ ബിസിനസ്സിൽ നമുക്ക് അറിവുകളാണ് നമ്മളെ വിജയിപ്പിക്കുന്നത്. ഈ ബിസിനസിനെ പറ്റിയിട്ടുള്ള അറിവുകൾ നമ്മൾ ചിന്തിക്കുക. നമ്മൾ ഓരോ പ്രോഗ്രാമിൽ പോകുമ്പോഴും നമ്മളൊരു ബുക്കും ഡയറിയും കൊണ്ടുപോകണം. പുതിയ പുതിയ അറിവുകൾ നമുക്ക് കിട്ടും. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഈ ബിസിനസ്സിൽ എത്രത്തോളം നമ്മൾ പഠിക്കുന്നോ അത്രത്തോളം നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ഏറ്റവും വലിയ ലെജൻഡ് മുബീൻ മുഹമ്മദ് സാർ തന്നെ പറയുന്നത് എന്താണ്, ഞാൻ ഈ ബിസിനസ്സിലെ ശിശുവാണ്, ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പഠിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കും. കമ്പനി പറയുന്നത് എന്താണ്, ലേൺ മോർ ഏൺ മോർ എന്നാണ് കമ്പനി പറയുന്നത്. അതായത് എത്രത്തോളം പഠിക്കുന്നോ അത്രത്തോളം വിജയിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ ചിലരെന്താണ്, 2 പ്രാവശ്യം 3 പ്രാവശ്യം GTSൽ വന്നിട്ട് 4ാമത്തെ പ്രാവശ്യം വിളിക്കുമ്പോ കേട്ടത് തന്നെയല്ലേ കേൾക്കുന്നതെന്നാ പറയാ. കേട്ടത് തന്നെ കേൾക്കുന്നുള്ളൂ. കമ്പനി തുടങ്ങിയപ്പോ 210, ഇപ്പോ 210 മാറ്റി പറഞ്ഞിട്ടില്ല. ഒരേ ഇത് 10,000 മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 1200 കിട്ടും. കാരണം അത്രയ്ക്കും സിസ്റ്റം ക്ലിയർ ആണ്. ആ സിസ്റ്റത്തോടൊപ്പം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമുക്കറിയാം, വെള്ളം തിളയ്ക്കണമെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ വേണം. പക്ഷെ ചിലരൊക്കെ ഇപ്പൊ ഈ ബിസിനസ്സിൽ വിജയിക്കാതിരിക്കാൻ ഉള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒറ്റ കാരണം മാത്ര, കുറച്ച് ഒരു പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ ആവേശമൊക്കെ കൂടിയിട്ട് ഒന്നങ്ങ് പ്രവർത്തിക്കും. പിന്നെ എന്ത് ചെയ്യും, വിചാരിച്ച പോലെ നടക്കാത്തപ്പോ അങ്ങ് തളർന്നു പോകും. വെള്ളം തിളയ്ക്കാൻ പോകുന്ന സമയത്ത് നമ്മള് സ്റ്റൗ അങ്ങ് ഓഫായി കളയും. പിന്നെ നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം തണുത്തു പോയി കഴിഞ്ഞിട്ട് പിന്നെ കത്തിച്ചു കഴിഞ്ഞാല് പിന്നെയും ചൂടാകണമെങ്കിൽ ഇത് 1 ഡിഗ്രിയിൽ നിന്ന് 100 ഡിഗ്രി ആകണം. അപ്പൊ ഡെയിലി പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാകുക. റിസൾട്ട് പിന്നീടാണ് കിട്ടുക. നമ്മൾ ഇന്ന് പ്രവർത്തിക്കുന്നതിന്റെ റിസൾട്ട് ഇന്ന് തന്നെ കിട്ടണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഇന്ന് പ്രവർത്തിക്കുന്നതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കിട്ടും. മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും അതിന്റെ മൂല്യം നിങ്ങൾക്ക് കിട്ടാതെ പോകില്ല. അതിനു വേണ്ടിയിട്ട് ഓരോ ദിവസവും പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാകുക. അപ്പോ കണ്ടിന്യൂ ആയിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുക. വിട്ടുവിട്ടുള്ള പ്രവർത്തനത്തെക്കാട്ടും നല്ലത് കണ്ടിന്യൂ ആയിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പോ ശക്തമായിട്ട് ഏറ്റെടുക്കുക. നമുക്കറിയാൻ പറ്റും, ഒരുപാട് പ്രോഗ്രാം നിങ്ങൾക്ക് വരുന്നുണ്ട്. റിക്രൂട്ട്മെന്റ് ചലഞ്ചുകൾ വെച്ചിട്ടുണ്ട്. അപ്പോ റിക്രൂട്ട്മെന്റ് കൂട്ടണം, ആളുകളുടെ എണ്ണം കൂട്ടണം. കാരണം ആളുകളുടെ എണ്ണം കൂടുന്ന സമയത്താണ് കൂടുതൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സും അവരുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒക്കെ കടന്നു വന്ന് വലിയൊരു ടീം ഉണ്ടാകുകയും പ്രൊഡക്റ്റ് എല്ലാവരും മേടിച്ച് ഉപയോഗിക്കുകയും കൂടുതൽ ആളുകളിലേക്ക് ഈ ബിസിനസ് അതിലൊക്കെ ശക്തമായി ഏറ്റെടുക്കുന്ന ആളുകൾ വരും. അപ്പോൾ റിക്രൂട്ട്മെന്റ് കൂട്ടണം. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ലീഡേഴ്സ് നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രോഗ്രാം ഒക്കെ വെച്ചിട്ടുണ്ട്. അത് ശക്തമായി ഏറ്റെടുക്കുക. അതോടൊപ്പം നിങ്ങളുടെ ഗ്രേറ്റ് ലീഡർ നമ്മുടെ പുഷ്പരാജ് സാർ, നാഷണൽ ടീം കോർഡിനേറ്റർ പുഷ്പരാജ് സാറിന്റെ ഡെലിഗേറ്റ്സ് എന്ന് പറയുന്ന വലിയൊരു പ്രോഗ്രാം വരുന്നു. അതിനുവേണ്ടി ഇപ്പോഴേ തയ്യാറാകുക. ആ സ്റ്റേജില് ഞാന് വലിയ ഒരു നേട്ടമുണ്ടാക്കി പോകും. അത് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെക്കുക. ഞാൻ ഇന്ന റാങ്കിൽ അവിടെ ഉണ്ടാകും. അങ്ങനെ ഒരു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കണം. അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ റാങ്ക് നേടിക്കൊണ്ട് നിങ്ങൾ ആ സ്റ്റേജിൽ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ജീവിതം നമുക്ക് ഒന്നേ ഉള്ളൂ. ദൈവത്തിന്റെ ഏറ്റവും വലിയ സൃഷ്ടിയായിട്ടുള്ള മനുഷ്യനായിട്ട് നമ്മളെ സൃഷ്ടിച്ചു കഴിഞ്ഞു. നമ്മൾ ചിന്തിക്കണം, മനുഷ്യനാണ് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉള്ളത്. അതുകൊണ്ടാണ് പണ്ട് ഗുഹകളിൽ താമസിച്ച മനുഷ്യൻ ഇന്ന് വലിയ രീതിയിൽ മാറിയത്. ഇന്ന് അവൻ കൊട്ടാര സദൃശ്യമായിട്ടുള്ള വീടുകളിൽ താമസിക്കുന്നു, ലക്ഷറി വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നു. ഭൂമിയിലുള്ള മനുഷ്യൻ ഇന്ന് ചന്ദ്രനിലും അതുപോലെ മറ്റ് ഗ്രഹങ്ങളിലൊക്കെ എത്തി നിൽക്കുന്ന അവസ്ഥയിലേക്ക് മാറിയത്. മനുഷ്യന് മാത്രമേ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഉള്ളൂ. അപ്പോ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. അതിലേക്ക് നമ്മൾ മാറണം. പക്ഷെ കുറുക്കൻ ഇപ്പം പൊത്തി തന്നെയാണ്, പാമ്പ് ഇപ്പോഴും മാളത്തിൽ തന്നെയാണ്, പക്ഷികൾ ഇപ്പോഴും മരത്തിന്റെ മേലെ കൂട്ടി തന്നെയാണ്. എന്നാൽ ഗുഹയിൽ താമസിച്ച മനുഷ്യൻ കൊട്ടാര സദൃശമായുള്ള വീടുകളിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവന് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉള്ളതാണ്. നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും എത്രത്തോളം വലുതായിക്കോട്ടെ, എത്രത്തോളം എന്താ പറയാ, നമുക്ക് ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ചിന്തിക്കാം. കാരണം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്കുണ്ട്. അതാണ് മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ വിജയിച്ച ലീഡേഴ്സിന്റെ അവരുടെ ഒക്കെ വീടുകള്, അവരുടെ ഒക്കെ വാഹനങ്ങള്, ഇതൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിക്കണം. അതിലേക്ക് നമ്മൾ മാറണം.
അത് കാണുന്ന സമയത്ത് നാളെ ഞാനും ഇത് മേടിക്കും, അതിനുവേണ്ടി ഞാനും പ്രവർത്തിക്കും എന്നൊരു ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അതിനുവേണ്ടി ശക്തമായി ഏറ്റെടുക്കുക. കാരണം ഒറ്റ ജീവിതം ഈ ലോകത്തുള്ളൂ. നമ്മളെല്ലാവരും ഒരു ദിവസം ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകും. അതിനു മുമ്പ്, ഈ ലോകത്തുനിന്ന് പോകുന്നതിന് മുമ്പ് ഒരു അടയാളം ഇട്ടിട്ട് പോകാൻ വേണ്ടി സാധിക്കണം. മക്കൾ പറയണം, എന്റെ അച്ഛനാണ് എന്റെ ഹീറോ, എന്റെ അമ്മയാണ് എന്റെ ഹീറോ എന്ന് പറയണം. ഇന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും സച്ചിൻ ടെണ്ടുൽക്കർ, വിരാട് കോഹ്ലി, മമ്മൂട്ടി, മോഹൻലാൽ എന്നൊക്കെ ആയിരിക്കും പറയുക. പക്ഷേ നിങ്ങൾ ഈ മൈലേഷ്യൽ മാർക്കറ്റിംഗ് ബിസിനസ്സിലൊന്ന് വിജയിച്ച് കാണിച്ചു കൊടുക്കുക. അവര് പറയുന്ന ആളെ മൈ ഹീറോ ഈസ് മൈ ഡാഡി, മൈ മമ്മി എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകേണ്ട ഒരവസ്ഥയിലേക്ക് മാറാൻ കിട്ടിയ ഏറ്റവും വലിയ അവസരം. നാളെ സിനിമാ താരങ്ങളെക്കാട്ടും വലിയ സെലിബ്രിറ്റീസ് ആയിട്ട് മാറാൻ വേണ്ടിയുള്ള അവസരം. ഞാൻ തന്നെ കണ്ടില്ലേ, കള്ളിമുണ്ട് കാക്കി ഷർട്ടിട്ട് ഞാൻ കോട്ട് സ്യൂട്ടൊക്കെ ഇട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ബിസിനസിന്റെ പൊട്ടൻഷ്യലാണ്. എത്രത്തോളം സ്റ്റേജുകളിൽ കയറി സംസാരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ ബിസിനസിന്റെ പൊട്ടൻഷ്യൽ. നമ്മുടെ പേഴ്സണാലിറ്റി നമ്മൾ മാറാൻ വേണ്ടി തയ്യാറാകുക, ശക്തമായി ഏറ്റെടുക്കുക. വിജയിക്കാനുള്ള തീരുമാനം അത് നമ്മുടെ ഉള്ളിൽ ശക്തമായിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നതിൽ ഒരു വ്യത്യാസമില്ല. അതുകൊണ്ട് ആ രീതിയിൽ ഏറ്റെടുക്കുക. എന്തായാലും ഈ ഒരു പ്രഭാതത്തിൽ ജീവിതത്തിൽ വിജയിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി വന്ന എല്ലാവരെയും കൃത്യമായി അഭിനന്ദനം അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ ഈ ഒരു ചുരുങ്ങിയ സമയത്തെ ഈ ഒരു എക്സ്പീരിയൻസ്, സാധാരണ ഞാൻ ഇത്രയും ഞാൻ പറഞ്ഞിട്ടേ നിർത്തുള്ളൂ. കാരണം ആരെങ്കിലും ഒക്കെ സമയം വൈകി പോയിട്ടുണ്ടാകാൻ ചിലപ്പോൾ. എപ്പോഴെങ്കിലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങളിൽ ഒരാൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പുണ്യം നമുക്ക് കിട്ടില്ലേ? നമ്മുടെ ബിസിനസ് അല്ലേ ബിൽഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ശക്തമായി ഏറ്റെടുക്കുക. എല്ലാവർക്കും വലിയ വിജയാശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ വിജയ് മാഡം ആണ് ഈ MC എടുത്തത്. മാഡത്തിന് ഹൃദയമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ ബിനു സാറുണ്ട്, നിമൽ സാറ്, അതുപോലെ തന്നെ നമ്മുടെ ഗ്രേറ്റ് ലീഡർ അസ്ലം സാറാണ് എന്നെ ഈ മീറ്റിംഗിലേക്ക് വിളിച്ചത്. അസ്ലം സാറിന് ഹൃദയമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഞാൻ കഴിഞ്ഞ 3 മാസമായിട്ട് ഞാൻ വീട്ടിലിരിപ്പാണ്. ഞാൻ വർക്കിന് പോകുന്ന വഴിക്ക് എൻ്റെ കണ്ണിൽ ഒരു തേനീച്ച കുത്തിയിട്ട് ഈ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ട്രീറ്റ്മെന്റിലായിരുന്നു. കോയമ്പത്തൂര് അരവിന്ദിലാണ് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇപ്പൊ ഒരു 50% റെഡി ആയിട്ടേ ഉള്ളൂ. ഇന്നലെ ഞാൻ GTSനൊക്കെ പേരാമ്പ്രൊക്കെ പോയത്. കാരണം വണ്ടി ഓടിക്കാനുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ലൈഫിൽ അടുത്ത സെക്കൻഡിൽ, അടുത്ത മൊമെന്റ്സിൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഞാൻ രാവിലെ ഇവിടുന്ന് വർക്കിന് പോയപ്പോൾ എന്റെ ഹെൽമെറ്റിന്റെ ഉള്ളിൽ ഒരു തേനീച്ച കയറിയിട്ട് കുത്തിയാണ്. അതിന്റെ ഉള്ളിൽ കൃഷ്ണമണിയെ തന്നെ ആയതുകൊണ്ട് അതിന്റെ ആ ഒരു കെമിക്കൽ ഉള്ളിലേക്ക് പോയിട്ട് ഉള്ളില് ആസിഡ് വീണ് പൊള്ളുന്ന പോലെ പൊള്ളിപ്പോയി. കുറ്റ്യാടി സൈമൺസിൽ പോയി അതിന്റെ മുള്ളും കാര്യങ്ങളൊക്കെ എടുത്തു. പക്ഷെ 2 ദിവസം കൊണ്ട് കാഴ്ച പൂർണ്ണമായി പോയി. അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എഴുതി. അങ്ങനെ കോഴിക്കോട് കോൺട്രസ്റ്റ് കാണിച്ചു. കോൺട്രസ്റ്റിൽ നിന്ന് പിന്നെ കോയമ്പത്തൂർ അരവിന്ദില് പോയി. അങ്ങനെ എന്തായാലും ആദ്യം കണ്ണു മാറ്റി വെക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ദൈവം സഹായിച്ച് പിന്നെ കുഴപ്പമൊന്നുമില്ല. ഞരമ്പിനൊന്നും പ്രശ്നങ്ങൾ പറ്റിയിട്ടില്ല. എന്തായാലും 6 മാസത്തിനുള്ളിൽ പഴയ രീതിയിലേക്ക് മാറും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇപ്പൊ ഒരു 50% ക്ലിയർ ആയിട്ടേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ വരാം. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ ചിന്തിച്ച ഒരു കാര്യം, എന്റെ ഈ കണ്ണിന്റെ കാഴ്ച പോയി, ഇത് മാത്രമേ കാണുന്നുള്ളൂ. ആ ഒരു അവസ്ഥയിൽ ഞാൻ 1.5 മാസം എനിക്ക് ഈ കണ്ണ് കാണുന്നില്ലായിരുന്നു. ഇപ്പൊ ആ സമയത്ത് ഞാൻ ചിന്തിച്ച ഒറ്റ കാര്യമുള്ളൂ, ഞാൻ ഈ ബിസിനസ്സിൽ വന്നത് കൊണ്ട്, മൈലേഷ്യൽ മാർക്കറ്റിംഗ് ബിസിനസ്സിലെ ഒരു സ്റ്റേറ്റിംഗ് കോർഡിനേറ്റർ ആണല്ലോ, എനിക്കിനി ബാക്കി പിന്നെ എനിക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ഇത്രയും കൂടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് സക്സസ് ആകാൻ വേണ്ടി പറ്റുമല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. കാരണം എന്ന് വെച്ചാൽ ഒരുപക്ഷെ ഞാൻ വണ്ടി ഓടിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഞാനൊരു ടാക്സി ഡ്രൈവർ ആണെങ്കിൽ എൻ്റെ ഈ കണ്ണ് പ്രശ്നം വരുന്ന സമയത്ത് എനിക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറും. എന്നാൽ അതാണ് നമ്മുടെ ബിസിനസ്. നമ്മളിവിടെ ഒരു സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ എന്ത് സംഭവിച്ചാലും നമ്മുടെ കുടുംബം സേഫാണ്. ഞാൻ വീട്ടിലിരുന്ന സമയത്തും എനിക്ക് എല്ലാ ആഴ്ചയും എൻ്റെ അക്കൗണ്ടിലേക്ക് വരുമാനം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ശക്തമായി ഏറ്റെടുക്കുക. എല്ലാവർക്കും വിജയിക്കാൻ ദൈവം തന്നിട്ടുള്ള ഏറ്റവും വലിയ അവസരമാണ്. നിങ്ങൾക്കൊക്കെ പുതിയ വ്യക്തികൾ ഉണ്ടെങ്കിൽ, അവർക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ, അവർ ലീഡേഴ്സിനോട് അതൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യുക. ഇവിടെ വേറൊരു ആളെ കൊടുക്കുന്ന പരിപാടിയോ ആളെ ചാക്കിലാക്കുന്ന പരിപാടിയോ കൊടുക്കലോ ഒന്നുമില്ല. മനസ്സിലാക്കുക. രക്ഷപ്പെടും, കുടുംബം രക്ഷപ്പെടുന്ന ബിസിനസ്സാണ് സാറേ. അതുകൊണ്ട് ആ രീതിയിൽ ഏറ്റെടുക്കുക. നിങ്ങളൊക്കെ കുടുംബത്തെ സ്നേഹിക്കുന്ന, മക്കളെ സ്നേഹിക്കുന്ന, ലൈഫ് പാർട്ണറെ സ്നേഹിക്കുന്ന, അച്ഛനമ്മയെ സ്നേഹിക്കുന്ന വ്യക്തികളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർക്കൊക്കെ നല്ലൊരു ജീവിതം ഈ ലോകത്ത് തന്നെ കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഒരുപക്ഷെ ജീവിതത്തിന്റെ ഒരുപാട് മേഖലയിലേക്ക് കഴിഞ്ഞ് വന്ന് ആളുകളായിരിക്കും നമ്മൾ.
ഒരുപക്ഷെ പ്രായമായ ആളുകളൊക്കെ ഉണ്ടാകാം, അവരൊക്കെ ചിന്തിക്കും പിന്നെ പ്രായമായ കൊണ്ട് എന്നെ കൊണ്ട് നടക്കുവോ? നമ്മൾ ചിന്തിക്കേണ്ട എന്താ അറിയോ? പ്രായമായ ആളുകൾക്കാണ് ഈ ജീവിതത്തിൽ ഏറ്റവും വലിയ എക്സ്പീരിയൻസ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമുക്കറിയാൻ പറ്റും. നോർമൽ പഴങ്ങളെക്കാട്ടും വില കൂടുതൽ ഡ്രൈ ഫ്രൂട്ട്സിനാണ്. കശുവണ്ടി ഇപ്പൊ നമുക്ക് പച്ച അണ്ടിക്ക് നമ്മളിപ്പോ കൊടുത്ത 140 റുപ്യുള്ളത്, എന്നാല് ഡ്രൈ ഫ്രൂട്ട്സിന് കിട്ടുക 1000 റുപ്യ കിലോയ്ക്ക്. ഇപ്പൊ പ്രായമായിപ്പോയി, എനിക്ക് പ്രായമായിപ്പോയി, എന്നെ കൊണ്ട് നടക്കുക, അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട. ഇവിടെ പ്രായമായവരൊക്കെ ഉണ്ടേ നടക്കൂ. ഇന്ത്യയിലെ പ്രധാനമന്ത്രിന്റെ വയസ്സെന്താണ്? ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിന്റെ വയസ്സെന്താണ്? നമ്മളെ മനസ്സിലാക്കുക. അപ്പൊ അങ്ങനത്തെ ചിന്തകളൊന്നും ആർക്കും വേണ്ട. ശക്തമായി ഏറ്റെടുക്കുക. 5 വർഷം കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ നാട്ടിൽ ഒരു അടയാളം ഇടാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും. അപ്പോ അതിനുവേണ്ടി സർവശക്തൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വലിയ വിജയാശംസകൾ നേർന്നുകൊണ്ട് എന്റെ ഈ എളിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും വലിയ വിജയാശംസകൾ നേരുന്നു. വിഷ് യു ഓൾ സക്സസ്. ജയ് ഹിന്ദ്, ജയ് മലേഷ്യൻ മാർക്കറ്റിംഗ്. താങ്ക് യു.